നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM പെരിങ്ങോട്ടുകര ലോക്കൽ കമ്മിറ്റി ലഹരിക്കെതിരെ പ്രതിരോധം തീർത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. താന്യത്ത് ഇഫ്താർ സംഗമവും അരി വിതരണവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത് CPM പെരിങ്ങോട്ടുകര ലോക്കൽ കമ്മിറ്റി. പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്ററിൽ നടന്ന പരിപാടി CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന വിധത്തിലൊക്കെ തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ ആകെടുത്താൽ അതിലേറ്റവും കുറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന, ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടുള്ള ഏറ്റവും കുറവിൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി ഇപ്പോഴും കേരള സംസ്ഥാനത്തിന് തന്നെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും മുൻപിലാണ്. സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. അത്തരമൊരു മീറ്റിംഗ് അല്ല എന്നുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള സംസ്ഥാനം ഇപ്പോൾ ലഹരിയുടെ കാര്യത്തിൽ മാത്രം ഏറ്റവും പുറകിലാണ് എന്ന കാര്യമെങ്കിലും നമ്മുടെ ബഹുജനങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ലഹരി എന്ന വിപത്തിനെ നമുക്ക് ഏറ്റവും അടിയന്തരമായി ഇവിടെ നിന്ന് തൂത്തു മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകാം, മറ്റിതര ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം. അവരെയൊക്കെ തന്നെ ബോധവൽക്കരണം നടത്തി ഇതിന് ഈ സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടമായി ആ രംഗത്തേക്ക് അവർ കൊണ്ടുവരിക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗം സിബിൻ C. ബാബു അധ്യക്ഷനായി. ചെമ്മാപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം AS ദിനകരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൂട്ടയോട്ടത്തിന് പുറമെ ഫ്ലാഷ് മോബും പ്രഭാഷണവും നടന്നു. പരിപാടിയിൽ CPM ഏരിയ കമ്മിറ്റി അംഗം ജിംഷാർ AS, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ശശിധരൻ, രതി അനിൽകുമാർ, PC ശ്രീദേവി എന്നിവർ സംസാരിച്ചു. നമുക്കൊന്നിച്ചൊന്നായി കൈകോർക്കാം, ലഹരിക്കെതിരായ കോട്ടകൾ തീർക്കാം, ലഹരിക്കെതിരായി മുന്നേറാം. നന്മകൾ വിരിയുന്ന ജീവിത വീഥികൾ സൃഷ്ടിക്കുന്നതിന്, അതിനെ തകർക്കുന്ന ലഹരിപ്പാടുകൾ നമ്മുടെ നാട്ടിൽ നിന്നില്ലാതാക്കാൻ, തഴച്ചു വളരുന്ന ജീവിത വൃക്ഷത്തിന്റെ കടയ്ക്ക് മണുവായി വരുന്ന നുരയും പുകയും ലഹരികളും എല്ലാ കഴിവുകളും വിനിയോഗിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. നാട്ടികയിൽ SC വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും വിദ്യാലയങ്ങളിലേക്കുള്ള ഭരണഘടനയുടെ ആമുഖ വിതരണവും നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള മേശ, കസേര എന്നിവയും 12 വിദ്യാലയങ്ങൾക്കുള്ള ഭരണഘടനയുടെ ആമുഖവുമാണ് വിതരണം ചെയ്തത്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ PV സെന്തിൽകുമാർ, നിഖിത P. രാധാകൃഷ്ണൻ, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഖിലേഷ്, പ്രധാനാധ്യാപിക നസീമ, PTA പ്രസിഡന്റ് അമൃത ഫെബിൻ എന്നിവർ സംസാരിച്ചു. പഠിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരു 25 വർഷം മുമ്പ്, 30 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള അവസ്ഥക്ക് നമ്മൾ പറയാണ്ടിരിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു ചുറ്റുപാടിലാണ് ഞാനടക്കം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം തന്നെ 1-ാം ക്ലാസ്സായിരുന്നു. നമ്മൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും എല്ലാം കൊണ്ടും വലഞ്ഞ ഒരു കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളിലേക്കും നമ്മൾ ആധുനിക ടെക്നോളജിയുടെ വലിയ AI യുഗത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ടെക്നോളജിയാണ് ഈ തലമുറയെ നിയന്ത്രിക്കുന്നത്. 2 ഗുണമുണ്ട്. ഒന്ന് സർവനാശത്തിൻ്റെ ഒരു വശം, മറ്റേത് ലോകത്തിനെ മുന്നോട്ട് നയിക്കാനുള്ളൊരു സാധ്യത.
ശംഖ് ബസാർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ഇരട്ട ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ചിറ്റാപുരത്ത് മധു, കോലാന്തര സുധി എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ പടിഞ്ഞാറെ വെമ്പലൂർ കുടിലിംഗ ബസാർ സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ മിട്ടു എന്ന് വിളിക്കുന്ന രശ്മിത്, ശംഖ് ബസാർ സ്വദേശി ചാലിൽ വീട്ടിൽ ദേവൻ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ശംഖ് ബസാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രോത്സവത്തിലുണ്ടായ അടിപിടിയെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2012 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മതിലകം എസ്ഐ ആയിരുന്ന പത്മരാജൻ ആദ്യ കേസ് അന്വേഷണം നടത്തി. തുടർന്ന് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടറായിരുന്ന VS നവാസ് അന്വേഷണം പൂർത്തിയാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്തു. പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയ്കുമാർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. കയ്പമംഗലം മണ്ഡലത്തിൽ പട്ടയ അസംബ്ലിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അർഹരായവർക്ക് അതിവേഗത്തിൽ പട്ടയം വിതരണം നടത്തുന്നതിന്റെ ഭാഗമായി കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വിവിധ വാർഡുകളിൽ നിലനിൽക്കുന്ന പട്ടയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് പട്ടയ അസംബ്ലി സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം GUP സ്കൂളിൽ നടന്ന യോഗം ET ടൈസൺ ML ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ സ്പെഷ്യൽ തഹസിൽദാർ PR അനൂപ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജ്ദൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനിത മോഹൻദാസ്, TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, പെരിഞ്ഞനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കരുവത്തിൽ എന്നിവർ സംസാരിച്ചു. തൃശ്ശൂരും ഒക്കെ ഒരുപാട് വിഷമകരമായിട്ടുള്ള പട്ടയങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയും ബാക്കിയുണ്ട് നമുക്ക് സുനാമി വീടുകളിൽ താമസിക്കുന്ന പട്ടയങ്ങൾ സംബന്ധിച്ചിട്ട്, ലക്ഷം വീട് വാർഡുകളിൽ താമസിക്കുന്ന പട്ടയങ്ങൾ സംബന്ധിച്ചിട്ട്, അതിർത്തി തർക്കങ്ങൾ ഒക്കെ രൂപപ്പെട്ട സാധനങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയും ആധാരം എന്ന് പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് വഴിയാധാര എന്ന് പറയും അല്ലെ. ഇത് ഇതുപോലെ തന്നെ രണ്ടും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അത് വളരെ കൃത്യമായി നമുക്ക് നമ്മുടെ രേഖ, ഭൂമിയുടെ രേഖ ലഭിക്കാതെ വന്നതിനാൽ വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പച്ചക്കറി കൃഷിക്കായി പോട്ടിംഗ് മിശ്രിതം നിറച്ച SDPE ചെടിച്ചട്ടികളുടെ വിതരണം നടത്തി. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സബിത് AS, വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. 2024-25 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 ലക്ഷത്തിൻ്റെ താഴെ തുക വകയിരുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കർഷകർക്ക് പ്രോട്ടീൻ മിശ്രിതം അടങ്ങിയിട്ടുള്ള 25 ചട്ടികൾ കൊടുക്കും. അതിനുള്ള ഈ ചെടി വിത്തുകളും ചെടി തൈകൾ, പച്ചക്കറി തൈകളും കൊടുക്കും. അപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചെന്നാരോപിച്ച് CPM മണലൂർ ലോക്കൽ കമ്മിറ്റി ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJP നേതാക്കളെ രക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരും EDയും കേസ് അട്ടിമറിച്ചതെന്ന് CPM ആരോപിച്ചു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദനൻ മണ്ണുമ്മൽ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, NRS ബാബു എന്നിവർ സംസാരിച്ചു. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിലെ രോഗബാധിതരായ അംഗങ്ങൾക്ക് സമാശ്വാസ നിധി നൽകി. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബാങ്കുകളുടെ പലവിധത്തിലുള്ള ആക്രമണങ്ങളുടെ നടുവിൽ എല്ലാവരും ഓരോരുത്തർക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആരംഭിച്ചൊരു സഹകരണ നയത്തിന്റെ കീഴിൽ ഒരുപക്ഷെ രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നതും സമൂഹത്തിന്റെ സമസ്ത നിലകളിൽ അത് ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചതും ഏറ്റവും അവസാനം ഇപ്പോൾ എൻ്റെ കൂടി വകുപ്പായിട്ടുള്ള ഭവന നിർമ്മാണ വകുപ്പുമായി കൂടിച്ചേർന്നുകൊണ്ട് ലോ കോസ്റ്റിൽ ഇനി ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ പോകാൻ കഴിഞ്ഞ അഭിമാനകരമായിട്ടുള്ളൊരു ഘട്ടമാണ്. സ്വാഭാവികമായിട്ടും ചില പുഴുക്കുത്തുകൾ ഇത്തരം അനുഭവങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചനയ്ക്കെതിരായി കേരളത്തിലെ സഹകാരികൾ ഒത്തുചേർന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് കേരളത്തിലെ ഗവൺമെന്റിനേക്കാൾ വലിയ
ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക സംവിധാനങ്ങളായിട്ടുള്ള സഹകരണ ബാങ്കുകളെ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ അവസരമായി നമുക്കിത് ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. മണലൂർ MLA മുരളി പെരുന്നെല്ലി അധ്യക്ഷനായി. അംഗസമാശ്വാസ നിധിയായ 15,90,000 രൂപയാണ് 89 മെമ്പർമാർക്കായി വിതരണം ചെയ്തത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ, CPM ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെൽജി ഷാജു, 17ാം വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ, ബാങ്ക് പ്രസിഡന്റ് PR മുരളീധരൻ, വൈസ് പ്രസിഡന്റ് ജോഷി പൊറ്റക്കാട്ട്, ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 200 കുട്ടികൾ പങ്കെടുക്കും. 2,50,000 രൂപയാണ് പദ്ധതി വിഹിതം. നീന്തലിനാവശ്യമായ യൂണിഫോം, ക്യാപ്പ്, ഗൂഗിൾ എന്നിവയും സൗജന്യമായി നൽകും. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, ഫിറ്റ്നസ് ട്രെയിനർ റഫീഖ്, പദ്ധതി നിർവഹണ ചുമതലയുള്ള അധ്യാപിക ജീജ എന്നിവർ സംസാരിച്ചു. GCI തൃപ്രയാർ സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർ പുരസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു. നമുക്ക് എല്ലാ മാസവും ഒരു സല്യൂട്ട് ദി സൈലന്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ മീഡിയ പേഴ്സൺസിനെ ആദരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ മാർച്ച് മാസത്തിലെ പുരസ്കാരത്തിന് അർഹരായ ഗ്രാമ്യ ഓർബിറ്റ് ചാനലിലെ വീഡിയോ എഡിറ്റർ PB ഷെജിൻ, ക്യാമറാമാൻമാരായ സായൂജ് തൃപ്രയാർ, സജി TS, സതീഷ് കല്ലയിൽ എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും മെമന്റോ നൽകുകയും ചെയ്തു. ചടങ്ങിൽ JCI തൃപ്രയാർ പ്രസിഡന്റ് TS കൃഷ്ണ അധ്യക്ഷയായി. പ്രോഗ്രാം ഡയറക്ടർ രാജി സൂരജ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, അഞ്ജലി മനോജ്, ട്രഷറർ PS അങ്കിത്, ധന്യ ഷൈൻ, മനോജ് കുന്നത്ത്, TS കരീഷ്മ, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ മാനേജർ ജഗത് നായരുശ്ശേരി, അഞ്ജലി മനോജ് എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരെന്ന് പറയുമ്പോൾ രാവും പകലും ഇല്ലാതെ നമ്മുടെ ജനങ്ങളിലേക്ക് സത്യസന്ധമായ എല്ലാ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ എന്താ പറയുക, ചേട്ടൻ പറഞ്ഞ പോലെ 24 hours ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, ഒരു പ്രതിഫലേച്ഛയില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് വ്യക്തികളാണ്. JCI ഇന്ത്യ ഈ മാസം ഈ സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർസിലൂടെ ആദരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകരെയാണ്. JCI തൃപ്രയാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളെ ആളുകളെ, അതായത് നമ്മളെ മാധ്യമപ്രവർത്തകരെ നമ്മളെ ചാനലിലെത്തി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുന്ന ആളുകളെ കണ്ടെത്തി ആദരിക്കുന്ന ഒരു ചടങ്ങാണ് സല്യൂട്ട് ദ സൈലൻറ്റ് സ്റ്റാർസ്. ആ പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ചാനലിൻ്റെ ഓഫീസിലെത്തി അവർ നമ്മുടെ ക്യാമറമാരെയും അതുപോലെ തന്നെ നമ്മളെ റിപ്പോർട്ടർമാരെയും ആദരിക്കുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾക്ക് വേണ്ടി പല രീതിയിലുള്ള പല തരത്തിലുള്ള വാർത്തകളും ഓരോ ദിവസവും നമ്മൾക്ക് ശേഖരിച്ച് തന്നുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ചാനൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നായാലും നമ്മൾക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങിന് ഇങ്ങനെ ഈ പത്രപ്രവർത്തകരെ, ഈ മാധ്യമപ്രവർത്തകരെ ആദരിക്കാനൊരു സന്ദർഭമുണ്ടാക്കിയത് JCI തൃപ്രയാർ എന്ന യുവജന സംഘടനയാണ്. സമൂഹത്തിന്റെ നന്മയ്ക്കായി നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന, എന്നാൽ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു പോകാത്ത വ്യക്തികളെയാണ് പരിപാടിയിലൂടെ ഓരോ മാസവും JCI ആദരിക്കുന്നത്. കണക്ഷനാണ് നമുക്ക് ഓർബിറ്റ് ഗ്രാമ്യ ചാനലുമായിട്ട്. നമ്മൾ JCI തൃപ്രയാറിന്റെ ഉയർച്ചയിലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് ഓർബിറ്റ് ഗ്രാമ്യ ചാനൽ ക്രൂ മെമ്പേഴ്സ്. ലഹരിമുക്ത ഗ്രാമം എന്റെ ഗ്രാമം വോളി ഗ്രാമം എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പുനി പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ കോച്ചസ് ക്ലിനിക് സംഘടിപ്പിച്ചു.
എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്ക് പരിശീലകരെ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. മുൻ സംസ്ഥാന വോളിബോൾ താരം ഫക്രുദ്ദീൻ അബ്ബാസ് ഉദ്ഘാടനം നിർവഹിച്ചു. CK മധു അധ്യക്ഷത വഹിച്ചു. TV മണികണ്ഠലാൽ, KG കൃഷ്ണനുണ്ണി, PS സുമൻകുമാർ, PC രവി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സീനിയർ കോച്ച് സഞ്ജയ് ബാലിക, മുൻ ആർമി കോച്ച് KJ രാകേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. പുതിയ തലമുറയെ എന്താ പറയുക, വൻ വിപത്തിൽ നിന്നൊരു രക്ഷപ്പെടുത്തുന്നൊരു സംഭവമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവരെ എൻഗേജ് ചെയ്യുക സ്പോർട്സ് ആക്ടിവിറ്റിയിലൂടെ, പ്രത്യേകിച്ച് വോളിബോളിലൂടെ. അപ്പോൾ അത് നല്ലൊരു തുടക്കമാണ്. ഇതിന് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ട്രെയിനിങ്ങിന് അത്യാവശ്യം ദൈവമാഷായിട്ട് സംസാരിച്ചു അന്ന് തന്നെ പറഞ്ഞു. നമ്മൾ എലോബറേറ്റ് ചെയ്ത് പോകുന്നില്ല. ജസ്റ്റ് ബിഗിനേഴ്സ് തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഒരു ഇടവേള. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ? ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, KEAM, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പൊള്ളി സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസറല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവര് ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061 548 777. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി.
എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ അധ്യക്ഷനായി. അന്തിക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ജയശ്രീ, LP സ്കൂളിലെ പ്രധാനാധ്യാപിക ജോസി, LP സ്കൂൾ PTA പ്രസിഡന്റ് സലീഷ്, സുനിത സുനോജ്, AR മോഹനൻ, ഗിരീഷ് ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ നടക്കുന്നില്ലല്ലോ എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത്തരം ബോംബുകൾ ഇല്ലല്ലോ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ മാറ്റിമറിച്ചു തരാം. നിങ്ങളുടെ ധാരണ ഇത് നാട്ടിൽ കൊണ്ട് മാത്രമേ നടക്കൂ, നമ്മൾക്കിടയിൽ നടക്കില്ല എന്നുള്ള വിശ്വാസമാണെങ്കിൽ അത് നിങ്ങൾ എടുത്തു മാറ്റിവെച്ചു. ഇനി നിങ്ങൾക്കിടയിലും അതുപോലുള്ള ബോംബുകൾ പൊട്ടാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ പൊട്ടലും ചേച്ചിലും നിങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ചേച്ചി തന്നെ സംഭവിച്ചു ഇല്ലേ? സംഭവിച്ചില്ലേ? സംഭവിച്ചു. വരാൻ പോണേ ഉള്ളൂ. നമ്മൾ അനുഭവിക്കാൻ പോകണേ ഉള്ളൂ. നമ്മൾ കുറേ അനുഭവിക്കാനുണ്ട്. അപ്പോ അതുപോലെ തന്നെ കാർട്ടൂൺ റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് മാത്രം ആലോചിച്ച് നോക്കിയാൽ, ഒരു കാർട്ടൂൺ റീചാർജ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് 4ാം ക്ലാസ്സുകാരൻ അതായത് ബാത്റൂമിൽ കയറിയിട്ട് ജനലിൽ കയറ് കൊളുത്തി ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ 4 മാസമായ 2 ആഴ്ച മുമ്പുണ്ടായിരുന്നു പത്രത്തിൽ 1ാം ക്ലാസ്സുകാരൻ ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്തു. കാർട്ടൂൺ റീചാർജ് അല്ലേ? കാർട്ടൂൺ. അപ്പം നിങ്ങൾ വിചാരിച്ചു സ്കൂളിൽ വിട്ട് വന്നാൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ കാണട്ടെ, ചായയും കടിയും എല്ലാം കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അടുത്തിരിക്കുന്നവൻ്റെ മൂക്കിനെ ഇടിച്ച് പച്ചിറക്കി. മാഷി വെച്ച് എന്താണ് കാണിച്ചപ്പോൾ അത് ഞാൻ ഷിഞ്ചനാണെന്ന് തോന്നി. ഷിഞ്ചന്റെ അടിമപ്പെട്ടുള്ള കുറച്ച് കുട്ടികളൊക്കെ നിങ്ങളുണ്ടാവും. മണലൂർ മണ്ഡലം 10ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് BO വർക്കി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, PT ജോൺസൺ, ഷിജില ഷൈജു, സുരേഷ് മച്ചിങ്ങൽ, ജോഫി ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. വിപ്ലവകരമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു കാലഘട്ടമായി. 1 നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഏറെക്കാലം മുമ്പ് കോൺഗ്രസ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പടവരുതാൻ അല്ലെങ്കിൽ പോരാടാൻ അതിശക്തമായ അടിത്തറയുള്ള പ്രസ്ഥാനമായി മുന്നോട്ട് പോയെങ്കിലും മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് ഒരു സമൂലമായി പരിവർത്തനം ഉണ്ടായത്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം അല്ലെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പാർട്ടിയല്ല എന്നും. താന്യത്ത് ഇഫ്താർ സംഗമവും അരി വിതരണവും നടത്തി. കാവുങ്കൽ സഹോദരങ്ങളായ സുൽഫിക്കർ അസീസ്, ആഷിഖ് അസീസ് എന്നിവർ നേതൃത്വം നൽകി. തോട്ടൻചിറ ജുമാ മസ്ജിദ് ഖത്തീബ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സുൽഫിക്കർ അസീസ്, അസിഫ് അസീസ്, ഫർഹാൻ ആഷിഖ്, ഷബാസ് ഫസൽ,
സിദ്ദിഖ് കൊളത്തേക്കാട്ട്, റഷീദ് EH, ഷെരീഫ് പുതിയായിക്കാരൻ, ബഷീർ ശാന്തിപുരത്ത്, സുനീർ രാന്തിപുരത്ത്, ഷൗക്കത്ത് അലി, അജയൻ പറവത്ത്, സുബ്രഹ്മണ്യൻ പട്ടത്ത്, അബ്ദുൽ കോടഞ്ചേരി എന്നിവർ അരി വിതരണത്തിന് നേതൃത്വം നൽകി. ഞങ്ങളൊരു 9-10 വർഷമായിട്ട് ഇവിടെ അരി കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ സമൂഹ അരി കൊടുക്കലാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. ഞങ്ങൾ ബ്രാൻഡ് ലോഞ്ച് ചെയ്തു ബ്രാൻഡ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അരി കൊടുക്കുന്നത് ഇൻപുട്ട് മാർക്കറ്റിലും അത് അവൈലബിൾ ആവും. ഇന്നലെ സമൂഹ നോമ്പറുണ്ടായിരുന്നു. 500 പേരുണ്ട്, 500-600 പേരുണ്ടായിരുന്നു. ക്ഷണിച്ചവരൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം നമ്മൾ ഒരു 800-1000 പേരാക്കാനാണ് കിട്ടിയത്. എല്ലാ കൊല്ലം നമ്മൾ 500 കൊടുക്കാറ് അരി. ഇപ്പോൾ ഈ വർഷം 700 കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പൊതുശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചന്ദ്രാപ്പനി ലോക്കൽ കമ്മിറ്റി GLP സ്കൂൾ പരിസരം ശുചീകരിച്ചു. CPM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ഷീന വിശ്വൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TN അജയ്കുമാർ, TS ശ്രീരാജ്, MV ഹരിലാൽ, ഐഷ B മുഹമ്മദ്, CA വത്സൻ, പഞ്ചായത്ത് മെമ്പർ ഷൈജ ഷാനവാസ്, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർമാർ, പാർട്ടി പ്രവർത്തകർ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ശുചിത്വത്തിന്റെ കാര്യത്തിലും നമ്മുടെ നാട് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എത്രയോ മുൻപന്തിയിലാണ്. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ മാലിന്യ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുകയാണ്. അത് കേവലം ഒരു സർക്കാർ മാത്രം നടപ്പിലാക്കേണ്ടുന്ന പദ്ധതിയല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഒറ്റക്കെട്ടായി നടപ്പിലാക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ റമദാനോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തത്. സ്കൂൾ ലോക്കൽ മാനേജർ PK പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരും വിശപ്പ് എല്ലാ മനുഷ്യർക്കും ഒന്നിച്ചുള്ളതാണ്. ഏത് മത ജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളായാലും വിശപ്പ് എല്ലാവർക്കും തുല്യമാണ്. അപ്പൊ വിശന്ന ഒരാൾ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സഹോദരൻ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗം മനുഷ്യരെയും ഒന്നായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിലെ NSS വിഭാഗം ഒരുക്കുന്ന ഈ റംദാൻ കിറ്റ് വിതരണം ഏറെ അഭിനന്ദനാർഹമാണ്. വളരെ സന്തോഷത്തോടെ ഇന്നതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ജയാബിനി, GSB, പ്രധാനാധ്യാപിക മിനിജ R വിജയൻ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, വികസന സമിതി ചെയർമാൻ CS മണികണ്ഠൻ, സീനിയർ അസിസ്റ്റന്റ് രഘുരാമൻ KR, സ്റ്റാഫ് സെക്രട്ടറി നവീൻ ഭാസ്കർ എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യക്കിറ്റ് വിതരണത്തോടനുബന്ധിച്ച് NSS വിദ്യാർത്ഥികൾ മതസൗഹാർദ്ദ ലഹരി വിരുദ്ധ പാട്ടുകൾ നൃത്താവിഷ്കാരത്തോടെ അവതരിപ്പിച്ചു. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിജ്ഞാൻ കേരളം പദ്ധതിയുടെ ജോബ് ഫെയർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തളിക്കുളത്ത് സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. പഠിച്ചു വരുന്ന കുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവരും വിദേശത്തേക്ക് പോകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ, അല്ലേ? പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഏരിയ. കാരണം എന്താ? ഗൾഫാർ മുഹമ്മദ് അലി അടക്കം MK യൂസഫ് അലിക്ക് അടക്കമുള്ള ആളുകൾ ജോലി കഴിഞ്ഞ് പഠിച്ച വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ പ്രദേശം. പറയുമ്പോൾ എന്താണ്?
തീരദേശ പഞ്ചായത്താണ്. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള, സാധാരണക്കാർ ഏറ്റവും കൂടുതലുള്ള, പാവപ്പെട്ട സാധാരണ കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ തളിക്കുളം പോലെയുള്ള ഈ തീരദേശ പഞ്ചായത്തുകൾ. അതുകൊണ്ടാണ് ആൺകുട്ടികളെ കൂടുതൽ കാണാത്തതെന്നുള്ളൊരു ന്യായം ഞാൻ പറഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത അധ്യക്ഷയായി. ക്യാമ്പയിന്റെ ഭാഗമായി 72 പേർ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. 18 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം. സംസ്ഥാന ഗവൺമെന്റിന്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും കീഴിൽ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ കമ്പനികളുടെ ഇന്റർവ്യൂകളിലൂടെ ജോലി ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, വാർഡ് മെമ്പർ ഷാജി ആലുങ്കൽ, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ MV മധു, ബ്ലോക്ക് കോർഡിനേറ്റർ അരുൺ റോയ് എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ തങ്കമണി, ബാലസുബ്രഹ്മണ്യൻ, തളിക്കുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി അംബാസിഡർ അഞ്ജു സുജിത്ത് എന്നിവർ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഒരു അമ്പല കമ്മിറ്റി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളാണോ ഇത് എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഇത്തരം യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചുള്ള ഒരു ചെറിയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സംഘാടകർ ഈ നാടിന്റെ അഭിമാനമാണ് എന്ന് പറയാൻ ഒന്ന് കൈയടിച്ചു. നമുക്ക് ഞാൻ പറയാൻ ഏത് വഴിയിലും പറയുന്നതാണ്. കാരണം സാധാരണ അമ്പലത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ക്ഷേത്ര സമിതികൾ ആ അമ്പലത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇടത്തും വലത്തും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സമൂഹത്തിന് എന്ത് ചെയ്യുന്നു അല്ലെ? സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ എടുത്താൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആ ആശയം, അല്ലെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി അല്ലേ? ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 100ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും പങ്കെടുത്തു. തൃശൂർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർ ദിവ്യ അഭീഷ് ക്ലാസ് എടുത്തു. കുട്ടികളുടെ വ്യക്തിത്വ വികസനം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. ശേഷം കുട്ടികളുമൊത്ത് കഴിമ്പ്രം സ്വപ്നതീരം സന്ദർശിച്ചു. വിവിധയിനം കളികളുമുണ്ടായി. വനിതാ സംഘം മെമ്പർ ശാന്ത ജയപ്രകാശ്, ക്ഷേത്രം ഭാരവാഹികളായ VR രാധാകൃഷ്ണൻ, VK ശശിധരൻ, VB ബൈജു, BC ഷാജി, ജയപ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM പെരിങ്ങോട്ടുകര ലോക്കൽ കമ്മിറ്റി ലഹരിക്കെതിരെ പ്രതിരോധം തീർത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. താന്യത്ത് ഇഫ്താർ സംഗമവും അരി വിതരണവും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.